അപ്പോൾ ജെയ്മെയിൻ സെക്ഷൻ 2 4th ഡേ ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞതാ ഇവിടെ വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും എക്സാം? എങ്ങനെ ഇന്നത്തെ എക്സാം മോഡറേറ്റ് എന്ന് പറയാൻ പറ്റും. എസ്പെഷ്യലി കെമിസ്ട്രി NCERT ആയിരുന്നു. NCERT നന്നായി അറിഞ്ഞിരിക്കണം അതിന്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ചിന്തിക്കുന്ന ടൈപ്പ്. കൂടുതലും ഓർഗാനിക്കിനും ഇനോർഗാനിക്കും നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഫിസിക്സ് കുറച്ച് ചില ക്വസ്റ്റ്യൻസ് പാടായിരുന്നു ചിലതൊക്കെ, പക്ഷേ എഴുതിയെടുക്കാൻ പറ്റും. മാത്സ് മോഡറേറ്റ് ആയിരുന്നു. ഓവറോൾ മോഡറേറ്റ് പേപ്പർ. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ മാത്സ് അത്ര ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. ഇൻറ്റീജറിനൊന്നും അധികം സമയം കിട്ടിയില്ല. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിലായിരുന്നെങ്കിൽ ചില ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ ചില ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ചിലത് മനസ്സിലാവാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ നോക്കുമ്പോൾ മോഡറേറ്റ്. ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പം തന്നെയായിരുന്നു, പക്ഷേ മാത്സാണ് ഇത്തിരി പ്രശ്നമുള്ളത്. ഒരു ടൈം മാനേജ്മെൻറ്റ് റെഡി ആക്കി കഴിഞ്ഞാൽ പേപ്പർ മൊത്തത്തിൽ ചെയ്യാൻ പറ്റാവുന്നതായിരുന്നു. ഈസി ടു മോഡറേറ്റ് പറയുള്ളൂ, ടഫില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളിലൂടെയൊക്കെ പോയ ആളുകളാണ്. അങ്ങനെയാണ് നിങ്ങൾ ഫൈനലി ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം? ബ്രില്യൻറ്റിൻ്റെ മോഡൽ ഫിസിക്സ് നല്ല ടഫായിട്ടുണ്ട് കിട്ടല്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അത്ര ടഫായി തോന്നിയില്ല. കെമിസ്ട്രി ബ്രില്യൻറ്റ് മോഡലിൽ അത്ര ഇല്ല, പക്ഷേ മാത്സ് ഏകദേശം ഒരേ പാറ്റേൺ ആയിരുന്നു. അതുകൊണ്ട് ബ്രില്യൻറ്റ് മോഡൽ എഴുതിയോണ്ട് തന്നെ മാത്സ് എഴുതാൻ പറ്റി. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി എളുപ്പം തന്നെയായിരുന്നു ബ്രില്യൻറ്റ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബ്രില്യൻറ്റ് എക്സാംസ് ഹെൽപ്ഫുള്ളാണ്. കാരണം കെമിസ്ട്രിയിൽ ഈ ഇൻഓർഗാനിക് നമ്മുടെ അവിടുത്തെ ഇൻഓർഗാനിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, NCERT ബേസ്ഡ്. അത് ഇങ്ങനെ പഠിച്ച് ആ സൊല്യൂഷൻസ് ഒക്കെ കാണുന്നതുകൊണ്ട് ഇത് വളരെ എളുപ്പമായിരുന്നു. അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എസ്പെഷ്യലി കെമിസ്ട്രി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഫിസിക്സും ഒരേ ലെവലിലായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റി. മാത്സും ആസ് യൂഷ്വൽ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫിസിക്സ് ബ്രില്യൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയെ അപേക്ഷിച്ച് എത്രയോ നല്ല എളുപ്പമായിരുന്നു ഇന്ന് ചോദിച്ചത്. പിന്നെ മാത്സ് ഏകദേശം ആ ഒരു ലെവൽ തന്നെയായിരുന്നു. കെമിസ്ട്രിയും അതിനെക്കാട്ടും കുറച്ച് കുറവാണെന്ന് എനിക്ക് പറയാനുള്ളൂ ശരിക്കുള്ള ജെയ്മെയിൻസ്. കാരണം ഈ ഞങ്ങളുടെ ബ്രില്യൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന കെമിസ്ട്രി പരീക്ഷ നല്ല ടഫായിരുന്നു. അപ്പോൾ ജെയ്മെയിൻ സെഷൻ 2 മോർണിംഗ് സെക്ഷൻ അല്ലേ, മോർണിംഗ് സെഷൻ എക്സാം കഴിഞ്ഞു. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ഫിസിക്സ് കുഴപ്പമില്ലാതെ പോയി, പക്ഷേ മാത്സ് ഭയങ്കര ലെങ്തി ആയിരുന്നു. അത് ന്യൂമറിക്കൽസ് ആണെങ്കിൽ അത് കുറച്ചൊരു ടഫായിരുന്നു എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാനും എളുപ്പമായിരുന്നു, അത്ര സിമ്പിളായിരുന്നു. അതായത് ഫസ്റ്റ് സെഷനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു, ബാക്കിയില്ല കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് സെഷനെ അഭിമുഖീകരിച്ചവരാണെന്ന് നേരത്തെ പറഞ്ഞു. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വൈസ് ഇവിടെ നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ്? കഴിഞ്ഞ വർഷത്തെക്കാളും ലൈക്ക് ലെവൽ കുറച്ചൊരു ആ സെയിമാണ്, പക്ഷേ ലെങ്ത് കൂട്ടി. ലൈക്ക് നമുക്ക് ഭയങ്കര ചെയ്തിട്ടേ എടുത്തത്, ഭയങ്കര ടൈം കൺസ്യൂമിങ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കെമിസ്ട്രി ഒക്കെ എളുപ്പമായിരുന്നു, ഫിസിക്സ് ആ ലെവൽ തന്നെയായിരുന്നു. പിന്നെ മാത്സ് കുറച്ച് ലെന്തി ആയിരുന്നു, പറഞ്ഞാൽ ലെന്തി ആയിരുന്നു, അത്രേ ഉള്ളൂ. കെമിസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതൽ? കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതെ മിക്ക ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഡറേറ്റ് എക്സാം ആയിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇന്ന് നിങ്ങൾ പറയുന്നു നല്ല ഈസി ആയിരുന്നു. അതെ. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ ജെയ്മെയിൻ ആസ്പിറൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഈസി ആയിരുന്നു. പിന്നെ മാത്സ് ഇച്ചിരി പാടായിരുന്നു, ബാക്കി അത്ര കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ കഴിഞ്ഞ ജനുവരി സെഷനിൽ 29S2 ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷിഫ്റ്റ് കുറച്ചുകൂടെ പാടായിരുന്നു. അത് വെച്ച് ആ ഷിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാം. മാത്സ് എല്ലാ ക്വസ്റ്റിനും സാറ്റിസ്ഫാക്ടറിലി ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ന്യൂമറിക്കലൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ സെലക്ഷൻ തന്നെ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? തലക്കേടില്ലായിരുന്നു, എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതി. പിന്നെ മാത്സ് ഇച്ചിരി ലെങ്തി ആയിട്ടൊക്കെ തോന്നും. കെമിസ്ട്രി ഒത്തിരി സിമ്പിളാണ്, പക്ഷേ ആഴ്ച മാത്സ് ലെങ്തിയർ സൈഡുമാണ്. പിന്നെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഫിസിക്സ് നോർമലി കാണാൻ ഒത്തിരി എളുപ്പം, ഡയറക്റ്റ്ലി ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. സോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു ഫിസിക്സിൽ. കെമിസ്ട്രി എളുപ്പമായിരുന്നു, പിന്നെ ഫിസിക്സും കെമിസ്ട്രി എളുപ്പമായിരുന്നു. മാത്സാണ് കുറച്ച് ടഫായിരുന്നു. എന്നാലും ടൈമൊക്കെ എങ്ങനെ? നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു, മാനേജ് ചെയ്യാൻ പറ്റി. മാത്സ് കുറച്ച് ടൈം മാനേജ്മെൻറ്റ് പോയാണ്. ചില ക്വസ്റ്റ്യൻസ് ലെന്തിയാണ്, അവർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ആകണം, പിന്നെ വിട്ടിൻ്റെ പറഞ്ഞു. മാത്സ് കുറേ ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരുന്നു. അപ്പം ന്യൂമറിക്കലൊക്കെ എസ്പെഷ്യലി ഇച്ചിരൂടെ ട്രിക്കി ആയിരുന്നു. അപ്പം അതുകൊണ്ട് കുറേ സമയമൊക്കെ അങ്ങനെ പോയി. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? അതുപോലെ തന്നെയായിരുന്നു, മീൻസ് കുറച്ചുകൂടി ഈസി ആയി തോന്നി അവിടുത്തെ എക്സാംസ് എഴുതിയോണ്ട്.
ഫിസിക്സും കെമിസ്ട്രി സെയിം ലെവലാണ് കമ്പയർ ടു ബ്രില്യൻ മാർക്സ്. മാത്സ് കുറച്ചുകൂടെ ലെവലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഫിസിക്സ് സെയിം ആയിരുന്നു, അതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ കെമിസ്ട്രി ന്യൂമറിക്കൽ സെക്ഷൻ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്സും ഇച്ചിരി ലെങ്തി ആയിരുന്നേ ഉള്ളൂ, അതുപോലത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രിയും ഫിസിക്സൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ മെഡിക്കൽ ബാച്ച് ആയതുകൊണ്ട് മാത്സ് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷേ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് കൂടുതലും വന്നത്. അത്യാവശ്യം ഏകദേശം ഈക്വൽ കോൺട്രിബ്യൂഷനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നത്. അത്യാവശ്യം എളുപ്പമായിരുന്നു കെമിസ്ട്രി. കുഴപ്പമില്ലായിരുന്നു. നീറ്റ് ബാച്ചാണ്, പക്ഷെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. കെമിസ്ട്രി നല്ലതായിരുന്നു, ഫിസിക്സ് കുഴപ്പമില്ല. എനിക്കും ഞാൻ നീറ്റ് ബാച്ചാ, അപ്പോൾ ഫിസിക്സ് അത്യാവശ്യം ലെവലുണ്ടായിരുന്നു, കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു, മാത്സ് വലുതായിട്ട്. മാത്സ് ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഫിസിക്സും കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഞങ്ങളുടെ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോഡറേറ്റ് മോഡൽ എക്സാം പോലെ തന്നെയായിരുന്നു ഒറിജിനൽ എക്സാം ഉണ്ടായിരുന്നത്. കെമിസ്ട്രി ഈസി ആയിരുന്നു, ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു, മാത്സ് ലെങ്തി ആയിരുന്നു, പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു, കെമിസ്ട്രി ഈസി ആയിരുന്നു. മോഡറേറ്റ് ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു, മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. ബ്രില്യൻ്റെ മോഡൽ പോലെ തന്നെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.